ഹായ് ഫ്രണ്ട്സ്. ഞാനൊരു ഒരു കാര്യമാണത് എന്ന് വെച്ചാൽ ഒരു സംഭവമാണേ. പണ്ടൊരിക്കൽ നടന്നതാണ്. അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. അപ്പം അവിടുത്തെ ചേച്ചി അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ചെറിയ കാലത്ത്, അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ, പണ്ടുള്ള കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് വസൂരിയൊക്കെ ഇങ്ങനെ ഒരുപാട് എന്താ പറയണ്ട, ഒരുപാട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ആളുകൾ വസൂരി വന്നിട്ട് മരിക്കുക, കണ്ണിന് കാഴ്ചശക്തി പോകുക, പിന്നെന്താ, എന്തെങ്കിലുമൊക്കെ ഡീഫാൾട്ടുകൾ അവിടെ സംഭവിക്കും. അത്രയ്ക്കും ഡേഞ്ചറായിട്ട് വസൂരി പടർന്നിരുന്നൊരു കാലം. ആ കാലത്ത് ആ ചേച്ചിയമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പോയായിരുന്നു. അതിനുശേഷം അവർ ആ സ്കൂളിൽ അതിനുശേഷം അവർ നല്ലതായിട്ട് അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവരുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ പോകുന്നത്. അതിനുശേഷം അവർ നല്ലതായിട്ട് പഠിച്ചു. എന്നിട്ട് ബ്രെയിൻലി ലിപി എന്ന് പറഞ്ഞിട്ട് ഈ അന്ധന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന അവർ യൂസ് ചെയ്യുന്ന ഒരു ലിപിയുണ്ട്. അപ്പോൾ ആ ലിപിയൊക്കെ അവർ പഠിച്ചു. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ജോലി കിട്ടി. ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചറായിട്ട് തന്നെ അവർക്ക് ജോലിയും കിട്ടി. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം ഒരു ദിവസം അവരുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് സന്ധ്യ സമയമായി. അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വീടുകളിലെല്ലായിടമൊക്കെ. വീടിൻ്റെ മുന്നിലും പിന്നിലും ഹാളിലും ഒക്കെ ലൈറ്റുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും ഈ ചേച്ചിയമ്മ അകത്തേക്ക്, ബാത്റൂമിനകത്ത് ആണ് വാഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ. ഇവർക്ക് പോണ്ടിച്ചേരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവർക്ക് ജോലി കിട്ടിയത് ടീച്ചറായിട്ട്. അവരവിടെ തന്നെ ഉള്ളൊരു അധ്യാപകനെ, പുള്ളിക്കും കണ്ണൊന്നും കാണത്തില്ല. അപ്പോൾ അധ്യാപകൻ തന്നെ അല്ല, പുള്ളി ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ പുള്ളിക്കും കാഴ്ച ശക്തിയൊന്നുമില്ല. അങ്ങനെ രണ്ടാളും കൂടെ പരസ്പരം മനസ്സിലാക്കി അവർ കല്യാണം കഴിച്ചു. അപ്പം ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴേക്കും സന്ധ്യയായി. ഹാളിലും എല്ലായിടും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ചേച്ചിയമ്മ അവർ തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ബാത്റൂമിനുള്ളിൽ തന്നെയാണ് തുണിയൊക്കെ വാഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ. അന്ന് വാഷിംഗ് മെഷീനൊന്നും ഇല്ല. എൻ്റെ ചെറുതിലേ ഉള്ള ടൈമാണ്. അതായത് ഒരു 90, 95 ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇവർ അവിടെ ഇരുന്നിട്ട് വാഷ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവർ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ബാത്റൂമിനുള്ളിൽ ലൈറ്റൊന്നും ഇല്ലാണ്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ചേച്ചിയമ്മ, ഇത് ലൈറ്റൊന്നും ഇടാണ്ട് അവിടെ ഇരുന്നിട്ട് എന്തെന്നാ ചെയ്യുന്നത്? തുണി കഴുകാനൊന്നും അഴുക്കൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചെന്നോട്. മീൻസ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോഴേക്കും വലിയ ചേച്ചിയമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മറു ചോദ്യം ചോദിച്ചു. അതെനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എന്ന് വെച്ചാൽ അവരുടെ ആ നിസ്സഹായമായ അവസ്ഥ ഓർത്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ അത് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പോൾ എന്തായിരിക്കും ചേച്ചിയമ്മ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ അതെനിക്കൊരു ഇങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണം, ചിത്തിയുടെ ആ ഒരു വീഡിയോ ഷോർട്സ് ഞാൻ ഇട്ടപ്പോഴേക്കും എനിക്ക് കുറച്ച് പ്രതികരണങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും ഞാനിടുന്ന വീഡിയോയ്ക്ക് ഒരു പ്രതികരണം കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് ആൻസർ പറയാം, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും ആ ചേച്ചിയമ്മനോട് ചോദിച്ചത്? ആ ബാത്റൂമിനകത്ത് ലൈറ്റ് ഇല്ലാണ്ട് ചേച്ചിയമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഡ്രസ്സ് വാഷ് ചെയ്യുവാണ്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഇതെന്താ ലൈറ്റൊന്നും ഇല്ലാണ്ടിരുന്നിട്ട് വാഷ് ചെയ്യുന്നത്? നമുക്ക് തുണിയിൽ അഴുക്കുണ്ടോ ഇല്ലയോ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം എന്താ ലൈറ്റ് ഇടാത്തതെന്ന് ചോദിച്ചപ്പം ചേച്ചിയമ്മനോടൊരു മറു ചോദ്യമാണ് ചോദിച്ചത്. അപ്പം എന്തായിരിക്കും ചേച്ചിയമ്മനോട് ചോദിച്ച ചോദ്യം ഒന്ന് പറയാൻ പറ്റുമോ?